മെക്സിക്കോയിലെ മായൻ വിഭാഗത്തിൽപ്പെടുന്ന ഏകദേശം 3500ഓളം വർഷം നീണ്ടുനിന്ന വലിയൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ കാഴ്ചവെക്കുന്നൊരു നൃത്ത കലാരൂപമാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 ലോകാത്ഭുതങ്ങളിൽ 4ാം സ്ഥാനത്തുള്ള മെക്സിക്കോയിലെ കാൻകൂൺ എന്ന് പറയുന്ന സ്ഥലത്ത് ചിച്ചുൻ ഇറ്റ്സ എന്ന് പറയുന്ന സ്ഥലവും അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ആളുകളെയും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. അവിടുത്തെ തന്നെ ലോക്കലായിട്ടുള്ളൊരു ട്രാവൽ കമ്പനി വഴി നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. സ്പാനിഷും ഇംഗ്ലീഷും സംസാരിക്കുന്ന ട്രാവൽ ഗൈഡ്സ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ മായന്മാരുടെ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള കുക്കുൽഖാൻ ടെമ്പിൾ. അതിനു മുന്നേ അപ്പോക്കാലിപ്റ്റോ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സിനിമയുണ്ട്. ആ സിനിമ നിങ്ങൾ കണ്ടതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കാഴ്ചകളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. 500 വർഷങ്ങൾക്ക് മുന്നേ നിലനിന്നിരുന്നൊരു സംസ്കാരമായിരുന്നു കേട്ടോ മായൻ സംസ്കാരം. ഇവരുടെ രീതികളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. കേട്ടാൽ പേടി തോന്നുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ നരബലിയും അതുപോലെ തന്നെ ഒരുപാട് വിചിത്രമായിട്ടുള്ള ആചാരങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു കേട്ടോ മായന്മാരുടേത്. കുക്കുൽഖാൻ എന്നൊരു നാഗമായിരുന്നു കേട്ടോ ഒരു ദൈവം. ആ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നടന്നിരുന്ന വലിയൊരു ഉത്സവങ്ങളും ഫെസ്റ്റിവലൊക്കെ ഉണ്ട് കേട്ടോ. അത് പ്രത്യേക ദിവസങ്ങളിലാണ് ഇവരത് കൊണ്ടാടിയിരുന്നത്. കുക്കുൽഖാൻ എന്ന് പറയുന്ന ഈ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ തലയെറുത്ത്, അതായത് ഈ പിരമിഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന സാക്രിഫൈസും കാര്യങ്ങളൊക്കെ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഹൃദയം പുറത്തെടുത്ത് അത് സൂര്യന് നേർക്ക് നീട്ടിയിട്ട് അതൊരു ആഘോഷമായിട്ട് അതൊരു ഉത്സവം പോലെ കൊണ്ടാടിയിരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള വിചിത്രമായിട്ടുള്ളൊരു ജനവിഭാഗമായിരുന്നു കേട്ടോ ഈ മായൻ സംസ്കാരം. ഇതാണ് കേട്ടോ നമ്മളെ ട്രാവൽ ഗൈഡ്. പുള്ളിക്കാരൻ ക്ലാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ അമ്പലത്തിൻ്റെ മുകളിൽ നിന്നൊരു റിഫ്ലക്ഷൻ വരും. ഒരു കിളി ചലയ്ക്കുന്ന പോലെയാണ് അതിൻ്റെ ശബ്ദം. നമ്മളെ ഗൈഡിൻ്റെ ക്ലാപ്പിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ റിഫ്ലക്ഷനും കൂടി കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ലാപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഞാനൊരു 3-4 പ്രാവശ്യം ക്ലാപ്പ് ചെയ്തിട്ടോ. അതിൻ്റെ അമ്പലത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ പോയി ക്ലാപ്പ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നുള്ളൂ. കാണുന്ന പിരമിഡ് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംഭവമാണ്. 4 സൈഡുകളുള്ള ഈ പിരമിഡിന് 91 വീതം സ്റ്റെപ്പുകളുണ്ട് ഓരോ സൈഡിലും. 91 × 4 വരുമ്പോൾ 364 സ്റ്റെപ്പുകൾ വരും. പ്ലസ് ഒരു സ്റ്റെപ്പ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുകളിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 365 സ്റ്റെപ്പുകൾ. ഈ 365 സ്റ്റെപ്പ് എന്ന് പറയുന്നത് 365 ദിവസത്തിനാണ് ഇവർ കണക്കാക്കുന്നത് കേട്ടോ. അതായത് വർഷത്തിലെ 365 ദിവസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മായന്മാരാണ്. ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് BC 2000 മുതൽ AD 1500 വരെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിബുദ്ധിമാന്മാരാണ് കേട്ടോ ഇവര്. ജ്യോതിശാസ്ത്രത്തിലും വാസ്തുവിദ്യയിലും ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിൽ ഒരു കവിഞ്ഞ പ്രാഗൽഭ്യമാണ് കേട്ടോ ഇവർക്കുള്ളത്. മെഡിസിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ശരിക്കും മായന്മാരാണ്. അതുപോലെ തന്നെ ഈ പിരമിഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഈ 9 ലെയറുകൾ നമ്മൾ ഈ കാണുന്നത്. ഈ 9 എന്ന് പറയുന്ന സംഖ്യ തന്നെ ഒരു സ്പെഷ്യൽ നമ്പർ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ദിവസവും 1000-കണക്കിന് ആളുകളാണ് കേട്ടോ ഇവിടെ വന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴിയോര കച്ചവടം എന്ന് പറയുന്ന സംഭവം വളരെ ആക്റ്റീവാണ് കേട്ടോ. അതായത് ഈ മായന്മാരുടെ പെയിൻറ്റിങ്സുകളും അതുപോലെ തന്നെ അവരുടെ സ്റ്റാച്ചുകളും പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം തകൃതിയായിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കാണുന്ന സ്ഥലം വളരെയധികം പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിരമിഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ തറ വരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ തറ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫെസ്റ്റിവൽസും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, നരബലി പോലുള്ള സാക്രിഫൈസൊക്കെ നടക്കുന്ന സമയത്ത് ഈ തറയിൽ വെച്ചിട്ട് പല മയന്മാരുടെ ഭീകരമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്ന പല സംഗീത ഉപകരണങ്ങളും മറ്റ് വാദ്യോപകരണങ്ങളൊക്കെ വെച്ചിട്ട് ഇവരൊരു പ്രത്യേക രീതിയിലുള്ള മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 10,000-കണക്കിന് ആളുകളാണ് ഈ ഒരു സാക്രിഫൈസും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി ആ സമയത്ത് അവിടെ വന്നു ചേരുന്നത്. ഈ ഉപകരണങ്ങളുടെ സൗണ്ടും അതുപോലെ തന്നെ ഈ ആളുകളുടെ കരഘോഷവും എല്ലാം കൂടി ഒരു ഭീകരമായിട്ടുള്ള ശബ്ദമാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ശബ്ദങ്ങളെല്ലാം ചെന്നിട്ട് ഈ പിരമിഡിൻ്റെ മുകളിൽ ചെന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വല്ലാത്തൊരു അന്തരീക്ഷം അവിടെ ഫോം ചെയ്യുമെന്നാണ് നമുക്ക് ഇവരുടെ സംസാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായത് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് കേട്ടോ ഈ മായന്മാരുടെ കാലഘട്ടത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി. ഈ കാണുന്നതെല്ലാം മായന്മാരുടെ കാലത്ത് ഏറ്റവും ശക്തരും കരുത്തരുമായിട്ടുള്ള ആളുകളുടെ തലയോട്ടികളാണ് കേട്ടോ ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. അതായത് മായന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ഗെയിമാണ് കേട്ടോ പോക്കറ്റ് ടോക്ക് എന്ന് പറയുന്ന ഒരു ബോൾ ഗെയിം. അതായത് അവരുടെ ഇടയിലുള്ള തർക്കങ്ങളും വഴക്കുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ ഒരു ഗെയിമിലൂടെയാണ്. ബോൾ ഗെയിം എന്ന് പറയുമ്പോൾ കൈമുട്ടുകൊണ്ടും കാൽമുട്ടുകൊണ്ടും ഹിപ്പ് കൊണ്ടും മാത്രം കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് കേട്ടത്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന ബോളിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 4 കിലോ ആണ് കേട്ടോ. 4 കിലോയ്ക്ക് മുകളിൽ വരുന്ന റബ്ബർ ബോൾ കൊണ്ടാണ് ഇവരിത് കളിക്കുന്നത്. നല്ല ആരോഗ്യം തടിമിടുക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഈ കളിക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഈ കളിയിലെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടീമാണോ വിജയിക്കുന്നത് ആ വിജയിക്കുന്ന ടീമിലെ ബെസ്റ്റ് പ്ലെയർ, മാൻ ഓഫ് ദി മാച്ച്,
പുള്ളിക്കാരനെ ദൈവത്തിന് സമർപ്പിക്കുന്ന പരിപാടി കൂടി ഉണ്ട് കേട്ടോ. ആ സമർപ്പിച്ച ആളുകളുടെ തലയോട്ടികളാണ് ഞാൻ നേരത്തെ. സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മായന്മാരുടെ കമ്മ്യൂണിറ്റിയിൽ പ്രത്യേക ആളുകൾ, പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത ആളുകൾ, ഈ ബോൾ ഗെയിമൊക്കെ അറിയാവുന്ന ആളുകൾ ഓർഗനൈസ് ചെയ്തൊരു നൃത്തരൂപമാണ് കേട്ടത്. നമ്മളത് കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. അത്രയും എന്താ പറയുക, അവരുടെ ഒരു വേഷവിധാനം, പ്രത്യേക സ്മെല്ലൊക്കെയാണ്.